വെൽക്കം ടു ദിസ് ചാനൽ. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തത് 2020-2019 ട്രിഗോണോമെട്രിയായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 2018 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അത് ആദ്യം ചെയ്യുന്നത് 2018 ഇംപ്രൂവ്മെൻ്റ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: cos 9x minus cos 5x by sin 17x minus sin 3x. അപ്പോൾ ഇത് cos a മൈനസ് കോസ് ബി എന്നുള്ള ഫോമിലാണ്. cos a മൈനസ് കോസ് ബിൻ്റെ ഫോമിൽ എന്താ? -2 sin a plus b by 2 ഇൻറ്റു sin a minus b by 2 എന്നാണ്. അപ്പോൾ ഇവിടെ കൊടുക്കുക -2 sin 9x plus 5x by 2 ഇൻറ്റു sin 9x minus 5x by 2. നേരിട്ട് ഈ ഫോമുലയിൽ എൻ്റെയും ബിൻ്റെയും സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഡിവൈഡഡ് ബൈ ഇവിടെ sin a മൈനസ് sin b. അതിന് ഈ ഫോമുല ഓർത്തേക്കണം. sin a മൈനസ് sin b എന്ന് പറഞ്ഞാൽ 2 cos a plus b by 2 ഇൻറ്റു sin a മൈനസ് b by 2. അപ്പോൾ എന്ത് കിട്ടി? 2 cos 17x plus sin 3x by 2 ഇൻറ്റു sin 17x minus 3x by 2. അവിടെ -2 ഇത് കൂട്ടിയാൽ 14x by 2 7x എന്ന് കിട്ടും. 9x minus 5x എന്ന് പറഞ്ഞാൽ 4x by 2 2x എന്ന് കിട്ടും. അതുപോലെ ഇവിടെയും 2 cos ഇത് 20x by 2 10x എന്ന് കിട്ടും. ഇത് കുറച്ചാൽ 10x by 2 14x by 2 എന്ന് പറഞ്ഞാൽ 7x എന്ന് കിട്ടും. ഇവിടെ കട്ട് ചെയ്യുക, ഈ 2 കട്ട് ചെയ്യുക, ഈ sin 7xും sin 7x കട്ട് ചെയ്യുക. അപ്പം കിട്ടുന്നത് മൈനസ് എന്ത് കിട്ടി? sin 2x 2 ഇല്ല, മൈനസ് sin 2x ബൈ cos 10x. ഇതാണ് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് ഈ ഫോമുല ഉപയോഗിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ എന്തായാലും എക്സാമിനേഷന് ഉണ്ടാകും. അതുകൊണ്ട് ഈ ഫോമുല നമ്മൾ കഴിഞ്ഞ ക്ലാസ് 1ലും ട്രിഗണോമെട്രിൻ്റെ ക്ലാസ് 1ലും നമ്മൾ ഇതുപോലെ ഫോമുലകൾ ഉപയോഗിച്ച് ചെയ്തിരുന്നു. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ക്ലിയർ ആയില്ലേ? ഇതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? sin 75 ഡിഗ്രി. sin 75 ഡിഗ്രി നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്തതാണ്, ക്ലാസ് 1ൽ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. റിപ്പീറ്റ് ചെയ്യുന്ന അതേ ക്വസ്റ്റ്യൻസിനെ വീണ്ടും ചെയ്യുന്നില്ല. ഇത് ചെയ്തതാണ്, അതായത് 45 + 30 എന്നൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്തതാണ്. ഇതും 2018 ഒട്ടാകിയ 9 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ചോദിക്കുക. ഈ ട്രിഗണോമെട്രിയിൽ 9 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ചോദിക്കുക. ഇത് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത്. ഇത് 2 മാർക്കാണ്. ഇത് 2 ക്വസ്റ്റ്യൻ ഉണ്ട്, 4 മാർക്കാണ്. അതിൻ്റെ മുമ്പത്തേൽ 3 മാർക്കും. അങ്ങനെ 9 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ട്രിഗണോമെട്രിയിൽ ചോദിക്കുക. അപ്പോൾ നോക്കി, ഇൻ ദ ഫിഗർ ആംഗിൾ എ ഒ ബി 30 ഡിഗ്രി. ഇതുപോലൊരു ക്വസ്റ്റ്യൻ നേരത്തെ ചെയ്തിരുന്നു, കുറച്ച് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ട്രയാംഗിൾ എ ഒ ബി = 30 ഡിഗ്രി. ഇതിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട് 2. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എ പി ബി. എ പി ബിൻ്റെ ലെങ്ത്താണ് ചോദിച്ചത്. ഈ ലെങ്ത്താണ് നമ്മളോട് കാണാൻ ചോദിച്ചത്, എ പി ബിൻ്റെ ലെങ്ത്ത്. അപ്പോൾ ലെങ്ത് ഓഫ് ദ ആർക്കാണിത് അല്ലേ? ആർക്ക് ലെങ്ത് കാണാനുള്ള ഫോമുല ആർ തീറ്റ. നമ്മളൊരു ഫോമുല പഠിക്കുന്നുണ്ട്, ആർ തീറ്റ. ആർ ഇൻറ്റു തീറ്റ എത്രയാ? 30 ഡിഗ്രി. 6 × 30 ഡിഗ്രി. ഈ 30 ഡിഗ്രി റേഡിയനിലേക്ക് മാറ്റി എങ്ങനെയാണ്? 30 ഡിഗ്രി എന്ന് പറയുന്നത് π/6 ആണ് അല്ലേ? π/6 ആണ് 30 ഡിഗ്രി. അപ്പോൾ 2 × π/6. അപ്പോൾ 2π/6 എന്ന് കിട്ടി. അപ്പോൾ 2/3 ഇൻറ്റു ഇത് കട്ട് ചെയ്ത് പോയാൽ 2/3. ഈ പൈൻ്റെ വില കൊടുക്കുക 22/7. പൈൻ്റെ വില 22/7 അല്ലെ 3.14. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ 44/21 എന്ന് കിട്ടും. ഇത്രയും യൂണിറ്റാണ് ഈ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത്. ഇതാണ് ഈ 2 മാർക്കിൻ്റെ വേറൊരു ക്വസ്റ്റ്യൻ. ക്ലിയർ? ഇത് 2 മാർക്കിനായിരുന്നു, ഇത് 2 മാർക്കായിരുന്നു. ഇനി ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എ ബി ആണ് ചോദിച്ചത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ട്രയാങ്കിളിൻ്റെ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യണം. എന്താ ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടി? ട്രയാങ്കിൾ എ ബി സി ആണെങ്കിൽ അതിൻ്റെ a/sin a = b/sin b = c/sin c. ഇങ്ങനെ ഒരു ഫോമുല പഠിക്കുന്നുണ്ട്. എൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് സ്മോൾ എ, ബിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് സ്മോൾ ബി, സിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് സ്മോൾ സി. അപ്പോൾ ഈ ഫോമുല വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. കാണേണ്ടത് എ ബിൻ്റെ ലെങ്ത്താണ്. എ ബി എന്ന് പറഞ്ഞാൽ ഇത് ലെങ്ത്താണ് കാണേണ്ടത്. ഈ ലെങ്ത്ത് കാണണമെങ്കിൽ ഇത് ബൈ സൈൻ ഓഫ് ദി ഓപ്പോസിറ്റ് ആംഗിൾ. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ 30 ഡിഗ്രിയാണ്. അപ്പോൾ AB by sin 30, AB by sin 30 അല്ലേ?
എ ബി ബൈ സൈൻ 30. ഇനി ഇതെടുക്കുകയാണെങ്കിലോ ഒ എ ബൈ എന്താ വരിക, ഒ എ ബൈ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ സൈൻ 75 അല്ലേ. അപ്പോൾ പിന്നെ എ ബി ബൈ സൈൻ 30 ഈസ് ഈക്വൽ ടു ഒ എ ബൈ സൈൻ 75. ഇവിടെ 75 ആയതുകൊണ്ട് സൈൻ 75 അതാണ് ഇവിടെ ഉപയോഗിച്ചത്. ഈ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് ഉപയോഗിച്ചത്. അപ്പോൾ എ ബിൻ്റെ ആണെന്ന് കിട്ടും. സൈൻ 30 അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഒ എ സൈൻ 30 ബൈ സൈൻ 75. ഒ എൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഒ എ എന്ന് പറയുന്നത് റേഡിയസ് ആണ്. റേഡിയസ് 2 തന്നിട്ടുണ്ട്. 2 സൈൻ 30 ബൈ സൈൻ 75. സൈൻ 30ൻ്റെ വരെ നമുക്കറിയാം 1/2 ആണ്. സൈൻ 75 ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. സൈൻ 75 അല്ലേ, സൈൻ 75 ചെയ്തു വെച്ചിട്ടുണ്ട്. ആ ഫോർമുല അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ 2√2 ബൈ √3 + 1 എന്ന് കിട്ടി. ഇങ്ങനെയാണ് സെക്കൻഡ് പാർട്ട് ബി പാർട്ട് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ പേപ്പറാണ് 2018 മാർച്ച്. നമ്മൾ ഇമ്പ്രൂവ്മെൻ്റ് ആയിരുന്നു ചെയ്തത്. ഇപ്പം മാർച്ചിൽ ചോദിച്ച ക്വസ്റ്റ്യൻ. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. sin 2x മൈനസ് sin 4x പ്ലസ് sin 6x = 0 സോൾവ് ചെയ്യാനാണ് ചോദിച്ചത്. സോൾവ് ചെയ്യാൻ. അപ്പോൾ ഇത് എടുക്കുമ്പോൾ ഈ sin 2xും sin 6xും ഒരുമിച്ച് എഴുതി വെക്കുന്നു. മൈനസ് sin 4x. ഇത് sin a പ്ലസ് sin b 2 sin a പ്ലസ് b ബൈ 2 cos a മൈനസ് b ബൈ 2. ഇവിടെ sin 4x. അപ്പോൾ ഇത് ആഡ് ചെയ്താൽ 4x കിട്ടും. ഇവിടെ ചെയ്താൽ 2x കിട്ടും. അപ്പോൾ sin 4xും sin 4x ഇതിൽ കോമൺ ആയിട്ട് പുറത്തെടുത്തു. അപ്പം 2 cos 2x ഉള്ളിൽ വന്നു. -1 = 0. അപ്പോൾ either sin 4x = 0 or 2 cos 2x - 1 = 0. അങ്ങനെ വന്നാൽ sin 4x 0 ആകുമ്പോൾ ഏത് വാല്യൂ ആണ് 0? sin 0ൻ്റെ വാല്യൂ ആണ് 0. അപ്പോൾ sin 0 എന്ന് എഴുതാം. ഇവിടെ cos 2x = 1/2 എന്ന് എഴുതാം. 1/2. കോസിൻ്റെ ഏത് വാല്യൂ 1/2? cos π/3 ആണ്. cos 60 ആണ് 1/2. അപ്പോൾ cos 2x = cos π/3 ഇങ്ങനെ എഴുതി വെച്ചതിന് ശേഷം ഇത് sin x = sin y ആണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ്റെ ഫോർമുല ഏതാണ്? x = nπ പ്ലസ് -1/ny ആണ്. ആ വൈൻ്റെ സ്ഥാനത്ത് 0 കൊടുത്താൽ മതി. അപ്പം nπ, അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ 4x ആണ്. 4x = nπ പ്ലസ് -1/0. അപ്പോൾ 4x = nπ എന്ന് കിട്ടും. x = nπ/4 എന്ന് കിട്ടും. അതുപോലെ ഇവിടെ ഈ ഫോർമുല ഇതാണ്. cos x = cos ൻ്റെ ഫോർമുല ഇതാണ്. എന്താ? x = 2nπ പ്ലസ് ഓർ മൈനസ് 5. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ 2x ആണ്. 2x = 2nπ പ്ലസ് ഓർ മൈനസ് വൈൻ്റെ സ്ഥാനത്ത് എന്താ? π/3. അപ്പോൾ എക്സിൻ്റെ 2 ഡിവൈഡ് ചെയ്യുക. nπ പ്ലസ് ഓർ മൈനസ് π/6 എന്ന് കിട്ടും. ഇങ്ങനെയാണ്. ഈ 2 ഫോർമുലയാണ് ഇതിന് ആവശ്യം. ഇതേ ഒരു മോഡൽ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്തിരുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സോൾവ് ചെയ്യുന്ന ഇത്തരം പ്രോബ്ലംസ്. ക്ലിയർ? ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ ട്രയാങ്കിൾ ABC പ്രൂവ് ദാറ്റ് tan b - c/2 = b - c/b + c cot a/2. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നോക്കാം, ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലോ ഓഫ് സൈൻസ് a/sin a = b/sin b = c/sin c എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ? = k ആണെന്ന് വിചാരിക്കുക. k ആണെങ്കിൽ a = k sin a, b = k sin b, c = k sin c. അത് വെച്ചിട്ടാണ് ഇവിടെ ഈ b - c/b + c ഇങ്ങോട്ട് എടുത്തു. ഇതെടുത്തു. ബിൻ്റെ സ്ഥാനത്ത് k sin b, b = k sin b, c = k sin c ബൈ അതുപോലെ k sin b പ്ലസ് k sin c. k കോമൺ ആയിട്ട് പുറത്തെടുത്തു. sin b - sin c ബൈ sin b പ്ലസ് sin c. k ക്യാൻസൽ ചെയ്ത് പോയി. k കോമൺ ആയിട്ട് പുറത്തെടുത്തിട്ട് ക്യാൻസൽ ചെയ്ത് പോയി. ഇനി sin b - sin c ൻ്റെ ഫോർമുല എന്താ? 2 cos b + c/2 ഇൻറ്റു sin b - c/2. ഈ ഫോർമുല വെച്ച് ചെയ്താണ്. നേരത്തെ എഴുതിച്ച ഫോർമുലയാണ്. അതുപോലെ sin b + sin c യോ 2 sin b + c/2 ഇൻറ്റു cos b - c/2. ഇവിടെ 2 ക്യാൻസൽ ചെയ്ത് പോയി. cos ബൈ സൈൻ എന്ന് കോട്ടാണ്. cot b + c/2. ഇവിടെ സൈൻ ബൈ കോസ് എന്നാൽ എന്താണ്? ടാൻ ആണ്. ടാൻ b - c/2. അപ്പോൾ ആൻസറിൽ ടാൻ b - c/2 ആണ് വേണ്ടത് അല്ലേ? അതവിടെ നിൽക്കട്ടെ. ഇവിടെ cot b + c/2 ഇതിൽ കാണുന്നില്ല. അതിനെ മാറ്റണം. cot b + c/2 എന്ന് പറഞ്ഞാൽ എന്താ? tan a/2 ആണ്. cot b + c/2ൻ്റെ വാല്യൂ എന്താണ്?
10a/2. അതെങ്ങനെയാണ് കിട്ടിയത് പറയാം. a+b+c എന്ന് പറഞ്ഞാൽ ട്രയാങ്കിളിൽ കൂട്ടിയാൽ 180 ആണ്. അപ്പം /2 കൊടുത്താൽ എന്താ വരിക? 90 ആണ് വരിക. അപ്പം b+c/2 എന്താ വരിക? b+c/2 90 - a/2 ആണ്. 90 - a/2 ആണ്. അപ്പോൾ cot b+c/2 ആണ് ഇവിടെ വേണ്ടത്. cot b+c/2 ഈക്വൽ ടു cot 90 - a/2. cot 90 - a/2. cot 90 - theta. cot 90 - theta tan theta ആണ്. അപ്പോൾ tan a/2. അങ്ങനെയാണ് ഈ വാല്യൂ tan a/2 എന്ന് കിട്ടിയത്. tan a/2 ഇൻറ്റു tan b-c/2 ഈക്വൽ ടു ഏതെന്നാ തുടങ്ങിയത്? b-c/b+c ഈക്വൽ ടു എന്നാ തുടങ്ങിയത്. അപ്പോൾ ഈക്വൽ ടു b-c/b+c. അപ്പോൾ tan b-c/2 ഈക്വൽ ടു ഈ tan a/2 അപ്പുറത്തേക്ക് പോവുക. tan a/2 അപ്പുറത്തേക്ക് പോയാൽ 1/tan a/2 എന്ന് വരും. 1/tan a/2 എന്താ? cot a/2. ക്ലിയർ? അപ്പോൾ tan b-c/2 ഈക്വൽ ടു b-c/b+c cot a/2. ഇത് വളരെ കുറേ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ ആണ് ദ മാക്സിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ sin x. sin x ന്റെ മാക്സിമം വാല്യൂ എന്താണെന്ന്? എന്താ sin x ന്റെ മാക്സിമം വാല്യൂ? 1 ആണ് അല്ലേ? sin x ലൈസ് ബിറ്റ്വീൻ -1 ആൻഡ് +1. അപ്പോൾ -1 മുതൽ +1 വരെയാണ് sin x ന്റെ വില ഉണ്ടാവുക. അപ്പോൾ മാക്സിമം വാല്യൂ 1 ആണ്. ഇതിൻ്റെ മാക്സിമം വാല്യൂ 1 ആണ്. അപ്പോൾ എ പാർട്ട് 1. ഇനി സെക്കൻഡ് പാർട്ട് sin x + cos x ഹോൾ സ്ക്വയർ ഇങ്ങനെ പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞത്. ഇതെങ്ങനെയാണ് പ്രൂവ് ചെയ്യുക? ഇത് a+b ഹോൾ സ്ക്വയർ ആണ്. a+b ഹോൾ സ്ക്വയർ മീൻസ് a² + b² + 2ab. a² + b² + 2ab. അപ്പോൾ a² sin square x + cos square x + 2 sin x cos x. അപ്പോൾ sin square x + cos square xന്റെ വാല്യൂ എന്താണ്? 1 ആണ്. 1 + sin 2x. ഇതാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. 1 + sin 2x. ക്ലിയർ? ഇനി സി പാർട്ട് ഫൈൻഡ് ദ മാക്സിമം വാല്യൂ ഓഫ് sin x + cos x. sin x + cos xന്റെ മാക്സിമം വാല്യൂ എന്താണെന്നാണ് ചോദിച്ചത്. നമുക്കറിയാം sin x + cos x ഹോൾ സ്ക്വയറിന്റെ വില 1 + sin 2x ആണ്. 1 + sin 2x ആണ്. അപ്പോൾ sin x + cos x എന്തായിരിക്കും വരിക? √1 + ഹോൾ സ്ക്വയർ ആണെങ്കിൽ sin x + cos x എന്താ വരിക? √1 + sin 2x ആണ് വരിക. അങ്ങനെ വരുമ്പോൾ സൈൻ്റെ വില മാക്സിമം വാല്യൂ എന്താ വരിക? സൈൻ്റെ മാക്സിമം വാല്യൂ 1 ആണ് വരിക. അപ്പോൾ 1 + 1. 1 + 1 എന്താ? 2 അല്ലേ? ഹോൾ സ്ക്വയറിൻ്റെ വാല്യൂ ആണ് 2. അപ്പോൾ sin x + cos x എന്ന് പറഞ്ഞാൽ √2. അപ്പോൾ √2 ആണ് ഇതിൻ്റെ മാക്സിമം വാല്യൂ. ക്ലിയർ? ഇതാണ് 2018 ക്വസ്റ്റ്യൻസ്. അപ്പം ഇങ്ങനെയാണ്. അപ്പം നമുക്ക് കാണാം ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന നേരം ക്വസ്റ്റ്യൻസ് ഒക്കെ ഏതാണ്ട് ഒരുപോലെയാണ് വരുന്നത് മനസ്സിലാക്കാം. അപ്പോൾ ഈ ചാപ്റ്റർ പഠിക്കണമെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ്ഡ് പഠിച്ചാൽ ഫുൾ മാർക്കും വാങ്ങാൻ പറ്റും. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് മാക്സിമം ആളുകൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു.